ആടി നിന്റെ പണം കണ്ടു തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പണമില്ലാത്ത നിന്നെ എനിക്ക് വേണ്ടടി. അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലേടാ? നീ പോയി ചാവടി. നിനക്ക് കുറച്ചാലത്ത് ഓർമ്മയല്ലേ പോയിട്ടുള്ളൂ. ഈ കിടക്കുന്നതിന്റെ പെങ്ങളെ നിനക്ക് ഓർമ്മ ആണല്ലോ. അവൾ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. കുറച്ചു ദിവസം മുമ്പാ എനിക്കത് മനസ്സിലായത്. നീ എന്താ ചെയ്തടാ? ഞാനൊന്നും അറിയത്തില്ലെന്നോ? എല്ലാ പെണ്ണുകളും നിനക്ക് ഒരേപോലെ തന്നെ, പക്ഷെ അവക്ക് നീ അങ്ങനെ അല്ലായിരുന്നു. നീ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് മാത്രം നിന്നെ കാണാൻ പറ്റുന്നത്? അതേടാ, ഞാൻ നിന്നെ കൊന്നുകൊണ്ട് തന്നെയാടാ. അവൾക്ക് വേണ്ടി അത്രയും ഞാൻ ചെയ്യണ്ടടാ. ഒരു പോർലോ ഇല്ലാണ്ടാന്ന് നീ വീട്ടിൽ കയറി വന്നില്ലേ? ആദ്യം ഞാൻ ഒന്ന് പതറിയായിരുന്നു. നീ ജീവനോടെ തിരിച്ചു വന്ന് വിചാരിച്ചു. എൻ്റെ അനിയത്തെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ശ്രുതിയെ അവളെ ഹോസ്പിറ്റലാക്കിയത് ഞാൻ തന്നെയാണ്. അവൾ കണ്ണു പറഞ്ഞാലും ഒന്നും പറയാൻ പോണില്ലടാ. ഇതൊരു സാധാരണ ആക്സിഡന്റ് ആയിട്ടാ തീരും. നിന്നെ കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ എനിക്ക് വയ്യ. ഈ ഭൂമിയിലാണൊക്കെ ഞാൻ തീർത്ത്. ഇനി നീയും ദൈവം തമ്മിൽ അയക്കും.